अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। बिस्मिल्लाहिर रहमानिर रहीम। अस्सलातु वस्सलामु अला रसूलिल्लाहिल अमीन व अला आलिहि व सहबिहि अजमाइन अम्मा बाद। रब्बि इश्रह लि सद्री व यस्सिर लि अम्री വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി। അൽഹംദുലില്ലാഹ്, നമ്മൾ ഫിഖ് ഓഫ് റമദാനിലെ ആദ്യത്തെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എങ്ങനെയാണ് റമദാൻ വരവേൽക്കേണ്ടതെന്നും റമദാൻ ഒരു വിദ്യാലയമായിട്ട് കാണപ്പെടണമെന്നും ഒരു സ്കൂളായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിപ്പറേഷൻ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അതിൻ്റെ ബാക്കി ക്ലാസ്സാണിത്. പാർട്ട് 2 ആണിത്. ഫാസ്റ്റിംഗ്, അതായത് എന്താണ് സിയാം അല്ലെങ്കിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വലിയ ആരാധനാ കർമ്മങ്ങളിൽ ഒന്ന് നോമ്പാണ്. അള്ളാഹു തൻ്റെ അടിമകൾക്ക് അത് നിർബന്ധമാക്കിയിരിക്കുന്നു. അവൻ പറഞ്ഞതുപോലെ സൂറത്തുൽ ബഖറയിൽ, നിങ്ങൾ അൽ മുത്തഖൂൻ, അതായത് മുത്തഖീനാവാൻ വേണ്ടി നിങ്ങളുടെ മുമ്പുള്ളവരോട് നിർദ്ദേശിച്ചതുപോലെ അൽ സൗം, നോമ്പ് ആചരിക്കുന്നത് നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ മാസത്തിൽ വിശ്വാസികളുടെ ഹൃദയങ്ങൾ തങ്ങളുടെ പരമകാരുണികനായ രക്ഷിതാവിലേക്ക് തിരിയുന്നതിൽ അതിശയിക്കാനില്ല. ആക്ച്വലി നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്ക്, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ 11 മാസം നമ്മൾ പല കാര്യത്തിൽ ബിസിയാണ്. പക്ഷെ എന്നാലും എല്ലാ മുസ്ലിംസും, മോസ്റ്റ്ലി മെജോറിറ്റി ഓഫ് ദ മുസ്ലിംസ് ഈ ഒരൊറ്റ മാസം ഖുർആനിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത്രയും മേഴ്സിഫുൾ അല്ലേ? അതില്ലെങ്കിൽ നമ്മളങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പല കാര്യത്തിലും ഇടപെട്ട് ഒന്നിനും സമയം കണ്ടെന്നില്ല. പക്ഷേ റമദാൻ ആകുമ്പോൾ എങ്ങനെയെങ്കിലായിട്ട് നമ്മൾ ഖുർആനിന് വേണ്ടി സമയം കണ്ടെത്തും അല്ലേ? അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിയും ഓട്ടോമാറ്റിക്കലി. തങ്ങൾക്ക് മീതിയുള്ള തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുകയും അവൻ്റെ പ്രതിഫലം മഹത്തായ വിജയവും കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാവരും സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. എവ്രി വൺ വാണ്ട്സ് ടു ഗോ ടു ജന്ന അല്ലേ? പക്ഷെ നോ വൺ വാണ്ട്സ് ടു ഹാർഡ് വർക്ക് ഫോർ ഇറ്റ്. ഈ ആരാധനാ കർമ്മത്തിൻ്റെ പദവി വളരെ ഉയർന്നതായതിനാൽ നോമ്പിൻ്റെ മാസവുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അതിലൂടെ മുസ്ലിം എന്താണ് നിർബന്ധിതരാണെന്നും അത് ചെയ്യാൻ ഹറാം എന്താണെന്നും അറിയാൻ കഴിയും. അത് ഒഴിവാക്കാനും അനുവദനീയമായത് ചെയ്യാനും എന്താണെന്നറിയാനും അത് സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സ്വയം പ്രയാസത്തിന് വിധേയമാകാതിരിക്കാനും അവൻ്റെ ഇബാദത്തിൽ ശാന്തത നേടാനും വേണ്ടി. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വി വോണ്ട് ബി ഏബിൾ ടു ലൂസ് ദ ഗുഡ് സ്റ്റഫ്. നമുക്ക് അറിയാതിരുന്നാൽ നമുക്ക് പ്രശ്നമാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൽ വരുമല്ലോ. സോ അതുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്, നോമിൻ്റെ റൂളിങ്സ്, ഫിഖ് പഠിക്കാൻ പറയുന്നത്. സോ വാട്ട് ഈസ് ഫാസ്റ്റിംഗ്? സിയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം എന്താണ്? നോർമലി നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒഴിവാക്കുക, അബ്സ്റ്റെയിൻ ഫ്രം എനിത്തിങ്, മനസ്സിലായ? ഒഴിവാക്കുന്നത്. പക്ഷെ നിയമപരമായി പ്രഭാതം മുതൽ സൂര്യാസ്തമയം വരെ, അതായത് ഫജർ മുതൽ ടിൽ ദ സൺ സെറ്റ്സ് അല്ലേ, നിയത്തോടു കൂടി നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കുക എന്നാണ് സിയാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോർണിംഗ് ടു ആ സൺസെറ്റ് വരെ, മഗ്രിബ് വരെ ഞങ്ങൾ എന്താക്കും? നോമ്പ് മുറിയാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുന്നതാണ്. അതാണ് സിയാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റമദാൻ മാസത്തിലെ നോമ്പിൻ്റെ വിധി എന്താണ്? വാട്ട് ഈസ് ദ റൂളിംഗ്? ഇസ്ലാമിൻ്റെ 4ാമത്തെ തൂണാണിത്. ഓക്കെ, ഇസ്ലാം കാര്യങ്ങളുടെ 4ാമത്തെ തൂണാണിത്. നിർബന്ധമാണത്. 5 pillars ഓഫ് ഇസ്ലാമിൽ വന്നതാണ് റമദാൻ ഫാസ്റ്റിംഗ്. സോ വി ഹാവ് ടു ഡു ദിസ്. എവ്രി മുസ്ലിം അത് പെർഫോം ചെയ്യണം. റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാണെന്നും എല്ലാവരും സമ്മതിക്കുന്നു. അതിനുള്ള തെളിവ് ഖുർആനിലും സുന്നത്തിലുമുണ്ട്. അള്ളാഹു പറയുന്നു, അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ അൽ മുത്തഖൂനാകാൻ വേണ്ടി നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചതുപോലെ അൽ സൗം ആചരിക്കുന്നത് നിങ്ങൾക്കും നിർബന്ധമാക്കിയിരിക്കുന്നു. കുറിപ്പ്: എന്താണ് ഇമ്പോർട്ടൻ്റ് നോട്ട്സ്? റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിന് ബാധ്യത ആരെങ്കിലും നിരസിച്ചാൽ, അതായത് അത്രയും കഴിവുള്ളവൻ അത് നിരസിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിന് പുറത്താണ്. ഇപ്പോൾ ഇസ്ലാം കാര്യങ്ങൾ ഏത് കാര്യമായിക്കോട്ടെ, നമ്മൾ എന്താണ് അത് ചെയ്യാത്തത്, ആ ടൈം അയാൾ പുറത്താണ്, ദീനിന് പുറത്താണ് എന്നാണ് പറയാം. ചിലർ റമദാൻ മാസത്തിൻ്റെ ബാധ്യത അറിഞ്ഞുകൊണ്ട് നോമ്പെടുത്തില്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ഒരു വലിയ പാപം ചെയ്തതിനായി കുറ്റക്കാരനാണ്. മനഃപൂർവ്വം നോമ്പെടുക്കാത്ത എത്ര പേരുണ്ടല്ലേ? നിസ്കരിക്കില്ല, നോമ്പെടുക്കില്ല, വെറുതെ ഇങ്ങനെ നടക്കുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. അള്ളാഹു അർത്ഥത്തിൻ്റെ വ്യാഖ്യാനം പ്രഖ്യാപിക്കുന്നു. ആദം സന്തതിയുടെ എല്ലാ പ്രവൃത്തികളും അവനു വേണ്ടിയുള്ളതാണ്, നോമ്പൊഴികെ. ഇത് എനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം നൽകും.
നോമ്പ് ഒരു കവചമാണ്. അതിനാൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് നോമ്പിൻ്റെ ദിവസമാണെങ്കിൽ അവൻ അസഭ്യം പറയുകയോ ആക്രോശിക്കുകയോ ചെയ്യരുത്. അതായത് നോമ്പുള്ള ദിവസങ്ങൾ നാവിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ, സെൽഫ് കൺട്രോളാണ് എല്ലാവർക്കും. ആരെങ്കിലും അവനെ ഇകഴ്ത്തുകയോ അവനോട് വഴിക്കിടുകയോ ചെയ്താൽ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞാൽ മതി. അതായത് അടിപിടിക്കൊന്നും പോകണ്ടെന്ന്. നോമ്പുകാരൻ്റെ വിശ്വാസത്തിൻ്റെ ഗന്ധം വിധി നാളിൽ, അതായത് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന് കസ്തൂരിയേക്കാൾ മധുരമുള്ളതെന്ന് ഞാൻ സത്യം പറയുന്നു. നോമ്പുകാരന് സന്തോഷിക്കാൻ 2 അവസരങ്ങളുണ്ട്. ഒന്ന്, നോമ്പ് മുറിക്കുമ്പോൾ. നമുക്കെല്ലാവർക്കും അറിയാം, നോമ്പ് മുറിക്കുമ്പോൾ ഭയങ്കര ഒരു രസമാണ് അല്ലേ, മുറിക്കുമ്പോൾ. മറ്റൊന്ന്, തൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം കാരണം അവൻ തൻ്റെ നാഥനെ കണ്ടുമുട്ടുമ്പോൾ. നോമ്പ് മുറിക്കുമ്പോൾ കുട്ടികളുടെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര ത്രിൽഡായിരിക്കും അല്ലേ. അവർക്ക് വിശന്നിട്ട് അവർ ആ ജ്യൂസും ആ സ്നാക്സൊക്കെ കഴിക്കുമ്പോൾ അവരുടെ മനസ്സ് ഭയങ്കര റാഹത്താണ്, ഭയങ്കര സന്തോഷമാണ് കുട്ടികളുടെ ഫേസ് കാണാൻ. അബൂ ഹുറൈറ നിവേദനം പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, ആരെങ്കിലും റമദാൻ മാസത്തിൽ ആത്മാർത്ഥമായ വിശ്വാസത്തോടെയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചും നോമ്പ് അനുഷ്ഠിച്ചാൽ അവൻ്റെ മുൻകാല പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫാസ്റ്റിംഗ്? എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു റിവിഷനാണ് നമുക്കെല്ലാവർക്കും. ഓക്കെ, ചിലപ്പോൾ നമുക്ക് മറന്നു പോകും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളോട് ഖുറാനിൽ പറഞ്ഞത് എന്താണ്? എവ്രി സിക്കർ ഈസ് എ റിമൈൻഡർ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ഉപദേശം, ഒരു അഡ്വൈസ്, ഒരു റിമൈൻഡറായിട്ട് എടുക്കുമ്പോൾ അത് നിങ്ങൾ നല്ലതായിട്ട് സ്വീകരിക്കുക. മനസ്സിലായ? എല്ലാ മുഅ്മിനും റിമൈൻഡേഴ്സ് അത്യാവശ്യമാണ് അല്ല. ഒരാളെപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണം. കുട്ടികളോട് ഉമ്മമാർ നിസ്കരിക്കുകയോ ഓതെന്ന് റിമൈൻഡേഴ്സ് കൊടുക്കുന്നില്ലേ, അതേപോലെ തന്നെ നമുക്കും ആവശ്യമാണ് ഉപദേശങ്ങൾ അല്ലേ. ഫസ്റ്റ് വൺ, ആത്മീയ ധാർമ്മിക നേട്ടങ്ങൾ, സോള്. ഓക്കെ, നമ്മുടെ നഫ്സിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാത്തിനുപരിയുമായി അത് അള്ളാഹുവിനുള്ള അനുസരണമാണ് അല്ലേ. വാട്ട് എവർ ഇറ്റ് ഈസ്, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റിവെച്ചോ. ഫസ്റ്റ് തിങ് വരുന്നത് ഇറ്റ് ഈസ് ദ വർഷിപ്പ് ഓഫ് അള്ളാഹ്. അള്ളാഹു പറഞ്ഞ് നമ്മൾ അനുസരിച്ചു, അൽഹംദുലില്ലാ. സന്തോഷിക്കുക, നിങ്ങൾ നോമ്പെടുക്കുമ്പോൾ സന്തോഷിക്കുക, ബിക്കോസ് നിങ്ങൾ അള്ളാഹ് പറഞ്ഞ അനുസരിച്ചിട്ടുണ്ട്. തഖ്വയിൽ വിശ്വാസികളെ പരിശീലിപ്പിക്കുന്നു. ഈ മന്ത് നമുക്ക് കൂടുതൽ തഖ്വ വരുന്ന മാസമാണ്. അള്ളാഹുവിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക, അവൻ കൽപ്പിച്ചതെല്ലാം ചെയ്തുകൊണ്ട് അവനെ ഭയപ്പെടുക, അവൻ വിലക്കിയതെല്ലാം ഒഴിവാക്കുക. രണ്ടാമത്തെ നേട്ടം എന്താണ്? ക്ഷമയും ആത്മാർത്ഥതയും പഠിപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ ഭക്ഷണത്തിനോട് അബ്സ്റ്റെയിൻ ചെയ്യുന്നു, നമ്മൾ വെള്ളത്തിനോട് നമ്മൾ അബ്സ്റ്റെയിൻ ചെയ്യുന്നു. സോ ക്ഷമ പഠിപ്പിക്കുന്നതാണ് നമ്മൾ അല്ലേ. പാവപ്പെട്ടവരുടെ ആ വിശപ്പിൻ്റെ ഒരു കഠിനം നമ്മൾ അറിയുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ മോൾ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് നമ്മളിങ്ങനെ നോമ്പെടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അപ്പോൾ ആസ് എ മദർ ഇങ്ങനെയുള്ള ക്ലാസ്സസ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ദീസ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫാസ്റ്റിംഗ്. ഓക്കെ, അള്ളാഹുവിനനുസരിക്കുന്നതാണ് നമ്മൾ. അതേപോലെ പാവപ്പെട്ടവരുടെ വിശപ്പ് നമ്മൾ അറിയുന്നതാണ് കുറച്ചെങ്കിലും. പിന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവും നോമ്പ് മുറിക്കുമ്പോൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ 6-7 വയസ്സുള്ള കുട്ടികൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഓക്കെ, സഹിഷ്ണുതയും ആത്മനിയന്ത്രണവും വികസിപ്പിക്കുന്നു, സെൽഫ് കൺട്രോൾ. പിന്നെ സബൂർ. ഓക്കെ, പിശാചിൻ്റെ ചലനത്തെ നിയന്ത്രിക്കുന്നു, കൺട്രോളിങ് ഓഫ് ദ ഡെവിൾസ്. വലിയ ശൈത്താനെ അടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ചെറിയ ശൈത്താൻ സ്റ്റിലുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആക്ച്വലി മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ ചെയ്യുന്ന ശൈത്താൻ, അതായത് നിസ്കാരത്തിൻ്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കുന്ന ശൈത്താൻ ഉണ്ടാവും അല്ലേ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടി ചെയ്ത ശൈത്താൻ ഉണ്ടാവും, മോശപ്പെട്ട ജിന്നുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് മെയിനായിട്ട് കൺട്രോൾ അല്ലെങ്കിൽ ചെയിൻ ചെയ്തത് എന്നാണ് ചില സ്കോളേഴ്സ് പറയുന്നത്. വാട്ട് ആർ ദ സോഷ്യൽ ബെനിഫിറ്റ്സ്? എന്താണ് സാമൂഹിക നേട്ടങ്ങൾ? മുസ്ലിങ്ങൾ തമ്മിലുള്ള ഐക്യം സമത്വം ശക്തിപ്പെടുത്തുന്നു. ശരിയല്ലേ? മുസ്ലിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ഒത്തൊരുമയാണ്. പള്ളിയിൽ പോകുമ്പോൾ തറാവയ്ക്ക് ഒന്നിച്ച് കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, നോമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ പള്ളിയിലുണ്ടാവും കാലി. പക്ഷെ ഇവിടെ ഒരു മാസം എല്ലാ മുസ്ലിം സഹോദരന്മാരും സഹോദരികളും, അതായത് സ്ത്രീകളും പള്ളിയിൽ പോകാറുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും പറയും, ചിരിക്കും അല്ലേ. ഭയങ്കര ഒരു രസമാണ്. പാവപ്പെട്ടവരോടും ദരിദ്രരോടും സഹതാപം പഠിപ്പിക്കുന്നു. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മെഡിക്കൽ ഇഷ്യൂസ്? മെഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാണ്? ദഹനേന്ദ്രിയങ്ങളെ വിശ്രമിക്കുകയും, അതായത് നമ്മളെപ്പോഴും 11 months തിന്നുകൊണ്ടേ ഇരിക്കുന്നില്ലേ. സോ ഡൈജസ്റ്റീവ് പാർട്സിനെ ഒന്ന് റെസ്റ്റ് കൊടുക്കുന്നതാണ്.
അടിഞ്ഞു കൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. നമ്മൾ ടോക്സിൻസ് ഉണ്ടാവും, ഒരുപാട് ടോക്സിൻസ് നമ്മുടെ ശരീരത്തിലും കൊഴുപ്പുണ്ടാവും, അതിനെല്ലാം ഒന്ന് ഫ്ലഷ് ചെയ്തെടുക്കുന്നതാണ് ശരിക്കും. ഇപ്പം നിങ്ങൾ ഡയറ്റിങ് അത് ഇത് എന്നൊക്കെ പറയുന്നില്ലേ, യെസ്, കോച്ചിങ് ചെയ്യണം, നമ്മൾ സ്ലിം ആവണം, അതിലൊരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നൊരു സംഭവം ഒന്നുമില്ലേ, അത് എന്താ പറയുന്നത്, രാവിലെ നിങ്ങളൊരു ഭക്ഷണം കഴിച്ചിട്ട് പിന്നീട് ഒരു 6 മണിക്കൂറത്തേക്ക് കഴിക്കേണ്ട എന്നാണ് പറയുന്നത്, 4-5 മണിക്കൂറത്തേക്ക് കഴിക്കാതെ പിന്നീട് രാത്രി കുറച്ച് കഴിക്കാൻ. സെയിം തിങ് വി ആർ ഡൂയിങ്, നോമ്പെടുക്കുന്നത് നമ്മൾ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അത് കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമേ അവർ പറയുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, സോ ആക്ച്വലി അള്ളാഹ് നമ്മളെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നന്മയെ ചിന്തിക്കുള്ളൂ അല്ലേ. എന്തെങ്കിലും ഒരു തിന്മ ചെയ്യുന്നത് അള്ളാഹ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അതായത് പറഞ്ഞിനോ ചെയ്തോന്ന്? ഇല്ല. അത് കള്ളായിക്കോട്ടെ, സിഗരറ്റ് ആയിക്കോട്ടെ, ഡ്രഗ്സ് ആയിക്കോട്ടെ, എല്ലാത്തിൽ നിന്നും ഹിജാബ് ധരിക്കാൻ പറയുന്നുണ്ട്. എല്ലാത്തിനും നമ്മളൊരു പ്രൊട്ടക്ഷനല്ലേ ശരിക്കും നമ്മുടെ മതം. അത് ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇരിക്കാൻ പറയുമ്പോൾ, അതായത് ടോയ്ലറ്റിൽ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇരിക്കേണ്ടത് എന്ന് പോലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലും ചില ആൾക്കാർ കളിയാക്കി പറയും, ഓ ഇസ്ലാമിൽ ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ്. നിങ്ങളത് ഫോളോ ചെയ്ത് നോക്ക് ആദ്യം. ഇസ്ലാമിൽ നിയമങ്ങൾ ശരിക്കും ഫോളോ ചെയ്ത് നോക്കിയാൽ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വരും. പക്ഷെ നമ്മളാരും അങ്ങനെയല്ല. ഓക്കെ, നമുക്കങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല ചില കാര്യങ്ങൾ. രക്തവ്യവസ്ഥയിൽ സംഭരിച്ചിരിക്കുന്ന കൊളസ്ട്രോൾ, അതായത് മെഡിക്കൽ ബെനിഫിറ്റ്സാണ് സംസാരിക്കുന്നത്. കൊളസ്ട്രോൾ എന്താണ് നമുക്കറിയാം, നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഒരു ബ്ലോക്ക് വരുന്നതാണ്. ചിലപ്പോൾ ഫാറ്റ്, കൊഴുപ്പ് ഇങ്ങനെ കൂടിക്കിടക്കുന്നതാണ്. അപ്പോൾ അത് ഒന്ന് എന്താ പറയുക, ഫ്ലഷ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് ഹൃദയ രോഗങ്ങളെ കാരണങ്ങളിൽ ഒന്നാണ് ശരിക്കും കൊളസ്ട്രോൾ. അമിത ഭക്ഷണം, പുകവലി മുതലായവയിൽ നിന്നും സ്വയം നിയന്ത്രണം പഠിപ്പിക്കുന്നു. യെസ്, നോമ്പ് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഒതുക്കം ഉണ്ടാവും നമുക്ക് അല്ല, ബിക്കോസ് നമ്മൾ അത്രയും ഒരു 30 ഡേയ്സ് നോമ്പെടുക്കുമ്പോൾ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ടാവും. നെക്സ്റ്റ് പോയിന്റ്, റമദാനിലെ നീണ്ട വേനൽക്കാല ദിവസങ്ങളിൽ ഉപവാസത്തിനുള്ള ആരോഗ്യ നുറുങ്ങുകൾ. അതായത് നമുക്കറിയാം ഇപ്പോൾ ഇവിടെ നാട്ടിൽ ഭയങ്കര ചൂടാണ്, പക്ഷേ നമ്മളെക്കാളും ചൂട് സഹിച്ചിട്ട് 15-16 മണിക്കൂറെല്ലാം ചില കൺട്രീസിൽ ബാങ്ക് കൊടുക്കാൻ അത്രയും മണിക്കൂർ എടുക്കും. മനസ്സിലായോ? ഇപ്പോൾ ചില സ്ഥലത്ത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ചില ജയിൽ പുള്ളികൾ, മുസ്ലിംസ് ഉണ്ടാവുമല്ലോ ജയിലിലുള്ള, അവർക്കെല്ലാം നോമ്പ് ഒരുപാട് മണിക്കൂറാണ് പോലും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ദാനം ചെയ്യാൻ സഹായിക്കാൻ ചെയ്യുന്നുണ്ടോ? ചില മുസ്ലിംസിനെ ക്യാപ്റ്റിവേറ്റ് അടിമകളാക്കിയിട്ടുണ്ടാവും. നമുക്കെല്ലാവർക്കും അറിയാം, പല പലസ്തീൻസിനെയും ഇങ്ങനെ കൂട്ടിലടിച്ചിട്ടുണ്ട്. അവരുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ. എല്ലാ വർഷവും വേനൽക്കാലത്ത് റമദാൻ വരുന്ന ലോകത്തിൻ്റെ ചില ഭാഗങ്ങളുണ്ട്. നോമ്പ് സമയം 15 മണിക്കൂർ കവിയുന്നത് ഞങ്ങൾ കാണുന്നു. അതിനാൽ ഇൻഷാ അല്ലാഹ് സഹായിക്കുന്ന ചില പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബി അഷ്വേർഡ് ഓഫ് യുവർ സെൽഫ്. ശക്തരായിരിക്കുക, മനസ്സിൽ ക്ഷമയോടെ ഇരിക്കുക. അള്ളാഹുവിൽ നിന്ന് അളവറ്റ പ്രതിഫലം നേടുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുക. നമ്മുടെ നോമ്പുകൾ എളുപ്പത്തിൽ കടന്നു പോകണമെന്ന് നമ്മൾ പലരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചെറിയ ബുദ്ധിമുട്ട് സഹിക്കുമ്പോൾ യഥാർത്ഥ പരിശ്രമം കൂടാതെ കാര്യമായ പ്രതിഫലം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മളെപ്പോഴും ചെറിയൊരു വിഷമം വരുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, അള്ളാഹുവേ, ഞാൻ ഈ അണ്ടർഗോ ചെയ്ത സങ്കടത്തിന് നീ എനിക്ക് പ്രതിഫലം തരണേ. യെസ്, അങ്ങനെയാണ്. അള്ളാഹു എന്ത് ചെറിയ വിഷമം വന്നാലും അതിന് പകരമായിട്ട് ഞങ്ങൾക്ക് തരും. അത് ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ. രക്ഷയുടെ പാതയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കാത്തതിനാൽ ഉപവാസം എളുപ്പമായിരിക്കണമെന്നും പലരും വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ഒരു വ്യക്തി മാനസികമായും ആത്മീയമായും സ്വയം തയ്യാറായി കഴിഞ്ഞാൽ ഉപവാസം എളുപ്പമായിരിക്കും. യെസ്, നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി ഫോർ അസ്. യഥാർത്ഥ ശക്തി ശാരീരിക സ്വഭാവമല്ല, മറിച്ച് ഹൃദയത്തിൻ്റേതാണ്. അതിനാൽ ശക്തമായ ഒരു ഉദ്ദേശം ഉണ്ടാക്കുക, പ്രതിഫലം അറിയുക. നിങ്ങളറിയണം, നിങ്ങൾ ഇത്രയും മണിക്കൂർ നോമ്പെടുത്തതിന് അള്ളാഹു എന്തായാലും നിങ്ങൾക്ക് കൂലി തരും. ഓക്കെ, യു ഹാവ് ടു ബിലീവ്, അതായത് ആ ട്രസ്റ്റ്, തവക്കൽ വെക്കണം. ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈന്തപ്പഴം, ഏത്തപ്പഴം എന്നിവയും പൊട്ടാസ്യം കൂടുതലുള്ളവയും സുഹൂറിന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. വറുത്ത ഭക്ഷണമോ മസാലകൾ കൂടുതലുള്ളവ ഒഴിവാക്കുക. മാക്സിമം നിങ്ങൾ സെഹരിക്ക് എണീക്കുമ്പോൾ തന്നെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മതി. എരിവൊന്നും അധികം കൂട്ടണ്ട. കൂടുതൽ നമുക്ക് ഗ്യാസ്ട്രൈറ്റിസും അസിഡിറ്റിയും വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എല്ലാവർക്കും അറിയാം സെഹരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, സുന്നത്താണത് അല്ലേ, ഏറ്റവും ഒരു റെക്കമെൻഡഡ് സുന്നയാണത്. നല്ല കൂലി കിട്ടുന്നൊരു കാര്യമാണ് സെഹരി, അതായത് രാവിലെ എണീച്ച് അത്താഴം കഴിക്കുന്നത്. അത് നിങ്ങൾ അധികം എരിവുള്ള ഭക്ഷണമൊന്നും കഴിക്കരുത്. ഓക്കെ, നമ്മൾ കേരളത്തിൽ ഭയങ്കര കൂടുതൽ സ്പൈസി ഫുഡാണ്, വി ഓൾ നോ.
അപ്പോൾ അത് ഒഴിവാക്കാൻ ഭയങ്കര പ്രശ്നമാണ് വയറിനും, അതേപോലെ അസിഡിറ്റിയും ഹാർട്ട് ബേൺസ് എല്ലാം വരും. നോമ്പിൻ്റെ നീണ്ട മണിക്കൂറുകൾ കണക്കിലെടുത്ത് വേഗത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങളെക്കാൾ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള സാവധാനത്തിലുള്ള ദഹിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ നാം കഴിക്കണം. പതുക്കെ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ 8 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. അതേസമയം വേഗത്തിൽ ദഹിക്കുന്ന ഭക്ഷണം 3-4 മണിക്കൂർ മുതൽ മാത്രമേ നിലനിൽക്കുള്ളൂ. ബാർലി, ഗോതമ്പ്, ഓട്സ്, റവ, ബീൻസ്, പയർ, ആട്ട, മൈദ തുടങ്ങിയവ സാധാരണ ദഹിക്കുന്ന ഭക്ഷണങ്ങളാണ്. അവയെ ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വിളിക്കുന്നു. പഞ്ചസാര പോലുള്ള ചേരുവകൾ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഫാസ്റ്റ് ബേണിംഗ് ഫുഡ്സ്. സോ അങ്ങനെ പഞ്ചസാര അതെല്ലാം കുറച്ച് ഒഴിവാക്കാനാണ് പറയുന്നത്. ഓക്കെ, നാം എന്താണ് ഒഴിവാക്കേണ്ടത്? വറുത്തതും കൊഴുപ്പുള്ളതുമായ ഭക്ഷണങ്ങൾ, ധാരാളം പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ, കൂടുതൽ ഇങ്ങനെ സ്വീറ്റ്സ് കഴിക്കാതിരിക്കുക. ബിക്കോസ് എല്ലാവർക്കും അറിയാലോ ഡയബറ്റീസ് ഭയങ്കര ഒരു ലൈഫ് ചേഞ്ചിങ് രോഗമാണ്. അപ്പോൾ അത് വരാതിരിക്കണേ ശ്രദ്ധിക്കുക. ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ കൂടുതൽ നമ്മളിത് കാണും. പ്രത്യേകിച്ച് സുഹൂറിൽ അമിതമായ ഭക്ഷണം കഴിക്കരുത്. നമ്മൾ അത്താഴത്തിന് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. സുഹൂറിൽ അമിതമായ ചായ, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചായ കൂടുതൽ കുടിക്കാൻ ഇഷ്ടമായിരിക്കും. പകൽ സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വിലയേറെ ധാതു ലവണങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ മൂത്രമൊഴിക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ചായ കൂടുതൽ കുടിക്കുമ്പോൾ, ബിക്കോസ് കാലി വയറിൽ കുടിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിലധികം സോൾട്ട്സ് കടന്നു പോയേക്കാം. കൂടുതൽ നമ്മൾ മൂത്രമൊഴിക്കൂലേ, അപ്പോൾ ഇറ്റ് മൈറ്റ് ഗോ. കൂടുതൽ വെള്ളം ഒഴിക്കും. ചില ആൾക്കാർക്കൊക്കെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എന്താ പ്രശ്നം വരുന്നത്? ഓവറായിട്ട് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിലധികം മൂത്രമൊഴിച്ചിട്ട് നമ്മൾ ഉള്ളതും കൂടിയും അവിടെ ഒലിച്ചു പോകും. മനസ്സിലായോ? ശരിക്കും ഈ യൂറിനേറ്റിൽ മൂത്രം എന്ന് പറയുന്നതാണ് നമ്മൾ അനാവശ്യമായിട്ടുള്ള സോൾട്ട്സ് അല്ലെങ്കിൽ മിനറൽസ് കടന്നു പോകുന്നതാണ്. പക്ഷേ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുമ്പോൾ ചിലപ്പോൾ ആ പ്രോസസ്സ് കൂടും, അല്ല സ്പീഡപ്പ് ആവും, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാതെയാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ കാപ്പി കുടിക്കുന്ന ആളാണെങ്കിൽ തലവേദനയും ഉറക്കവും ഒഴിവാക്കാൻ റമദാൻ മാസം 2 ആഴ്ച മുമ്പ് നിങ്ങളുടെ കാപ്പി ഉപഭോഗം കുറയ്ക്കാൻ ശ്രമിക്കുക. ട്രൈ ചെയ്യാൻ. ചില ആൾക്കാർക്ക് ഇത് ഇല്ലാണ്ട് പറ്റൂല, കാപ്പിയും ചായയൊന്നും. അവസാനമായി ഇഫ്താർ വളരെ എളുപ്പത്തിൽ എടുക്കുക. ഈന്തപ്പഴം വെള്ളവും ഉപയോഗിച്ച് പതുക്കെ ആരംഭിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും റമദാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അത് പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ഹിദായത്ത് നൽകട്ടെ. ആമീൻ. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എപ്പോൾ ആരാണ് എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത് എന്നുള്ള ക്ലാസ് കേൾക്കാം. ക്ലാസ്സസ് ഒന്നരാളാണ് ഉണ്ടാവുക, ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് ഉണ്ടാവുക. ഡെയിലി ക്ലാസ്സസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം കുറച്ച് സൗണ്ടിന് ട്രബിൾസ് വരുന്നുണ്ട്. ഓക്കെ, വോയിസിന്. അപ്പോൾ മാക്സിമം പറ്റുന്ന രീതിയിൽ ക്ലാസ് എടുത്ത് തരാൻ പറ്റും. ഇൻഷാ അള്ളാഹ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും വേണ്ടി ദുആ ചെയ്യുക, സ്റ്റുഡൻസിനും വേണ്ടി ദുആ ചെയ്യുക, നിങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും ഭർത്താവിനും എല്ലാവർക്കും ദുആ ചെയ്യുക. ഓക്കെ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.